പ്രതീക്ഷിച്ചതിലും അപ്പുറം ഭൂരിപക്ഷവുമായി ഇരിക്കൂറിൽ സജീവ് ജോസഫ് വീണ്ടും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫ് വിജയമുറപ്പിച്ചു. കഴിഞ്ഞ തവണ 10,010 വോട്ടുകളുടെ ലീഡിനാണ് സജീവ് ജോസഫ് നിയമസഭയിലെത്തിയതെങ്കിൽ ഇത്തവണ അത് 4 മടങ്ങിലധികം വർദ്ധിപ്പിച്ച് 42,500 എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്കാണ് അദ്ദേഹം കുതിച്ചുയർന്നത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഇരിക്കൂറിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധി തന്റെ കരുത്തു തെളിയിച്ചത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്കും ജനകീയ ഇടപെടലുകൾക്കുമുള്ള അംഗീകാരമാണ് ഈ കൂറ്റൻ ഭൂരിപക്ഷമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും ലീഡ് കുത്തനെ ഉയർത്തിക്കൊണ്ടാണ് സജീവ് ജോസഫ് മുന്നേറിയത്. UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. കോൺഗ്രസിന്റെ അജയ്യമായ കോട്ടകളെന്ന് വിശേഷിക്കപ്പെടുന്ന ഇരിക്കൂറിൽ മുൻകാല റെക്കോർഡുകളെല്ലാം ഭേദിക്കുന്ന പ്രകടനമാണ് സജീവ് ജോസഫ് ഇത്തവണ കാഴ്ചവെച്ചത്. വിജയാഹ്ലാദവുമായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുചേർന്നത്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇന്ന് വോട്ടെണ്ണിയപ്പോൾ സത്യത്തിൽ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് 42,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഭൂരിപക്ഷം 10,010 ഇക്കുറി ഒരു ഭേദപ്പെട്ട നല്ല ഭൂരിപക്ഷം നിങ്ങൾ നൽകുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നിങ്ങളുടെ കൂടെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചത്. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മടങ്ങാണ് UDFന് ഈ നാട്ടുകാർ വോട്ട് ചെയ്തത് എന്നോർക്കുമ്പോൾ അഭിമാനവും സന്തോഷവും മാത്രമല്ല, എനിക്ക് സത്യത്തിൽ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാൻ ഈ നാടിനോട്, ഞാനും UDFും ഈ നാട്ടുകാരോട് കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ എങ്ങനെയായിരുന്നു ഇന്നലെ വരെ, ഇനിയും അതുപോലെ കൂടുതൽ ആവേശകരമായ പ്രവർത്തനം നടത്തി കൂടെയുണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കേരളത്തിൽ UDFിൻ്റെ തരംഗമാണ്. ഇത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വോട്ടുകൾ മാത്രമല്ല എന്ന് ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയം നോക്കാതെ ഈ നാട്ടുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 10 വർഷം നമുക്കൊരു രക്ഷയില്ലാത്ത വർഷങ്ങളായിരുന്നു. കർഷകന്റെ ദുരിതമായിരുന്നു. അതിനൊക്കെയുള്ളൊരു മോചനത്തിന് വേണ്ടിയുള്ള നാട്ടുകാരുടെ ദീനരോധനമാണ് ഈ വോട്ടിലൂടെ, ഈ സീറ്റിലൂടെ UDFന് നിങ്ങൾ കൽപ്പിച്ചു നൽകിയത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണം ഇവിടെ ഉറപ്പുവരുത്താൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി തീർച്ചയായും ചെയ്യും. എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷവും